മോളെ ഹർഷേ, ഹർഷേ, നീ എന്നോട് ക്ഷമിക്കണം. നിനക്ക് എന്നോട് ദേഷ്യമുണ്ടെന്ന് എനിക്കറിയാം. നിനക്ക് വയ്യാതെ വന്ന ശേഷം ഞാൻ നിന്നെ കാണാനോ ഒരു വാക്ക് സംസാരിക്കാനോ പോലും വന്നിട്ടില്ല. അതൊന്നും മനഃപൂർവ്വം ചെയ്യുന്ന കാര്യങ്ങളല്ല. നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ അങ്ങനെ പെരുമാറിയത് നിന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമായിരുന്നു. പക്ഷേ ഞാൻ ചിന്തിച്ചതുപോലെ ഒന്നും ആയിരുന്നില്ല കാര്യങ്ങൾ നടന്നത്. എല്ലാം ഇപ്പോ എനിക്കെതിരാകുന്ന അവസ്ഥയാണ് ഹർഷേ. ഹർഷയുടെ മനസ്സ് വേദനിപ്പിച്ചത് കൊണ്ട് ദൈവം എനിക്ക് തരുന്ന ശിക്ഷയായിരിക്കും ഇതൊക്കെ എന്നാ തോന്നുന്നത്. നമ്മളൊക്കെ മനുഷ്യരല്ലേ ഹർഷേ? ഓരോ സമയത്തെ പൊട്ടബുദ്ധിക്കോ ഓരോന്നൊക്കെ ചെയ്തു കൂട്ടും. എന്നിട്ട് പിന്നെ അതൊക്കെ ഓർത്ത് വിഷമിക്കും. സത്യം പറഞ്ഞ ഹർഷയ്ക്കൊരു നല്ല ജീവിതം ഉണ്ടാവണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. ഒരു കുഞ്ഞിനെ കിട്ടിയ സ്ഥിതിക്ക് ഇനി കാര്യങ്ങളെല്ലാം നന്നായിട്ട് പോകുന്നു, ഹർഷയുടെ അസുഖം വേഗം ഭേദമാകുമെന്ന് ഞാൻ കരുതി. പക്ഷേ ഇങ്ങനെ അധിക ദിവസം വയ്യാതെ കിടന്നു പോകുമെന്ന് ഞാൻ ഓർത്തില്ല. സുശീലേ, നീ ഇങ്ങനെ ആവശ്യമില്ലാത്ത ഓരോന്ന് പറഞ്ഞ് ഹർഷയുടെ മനസ്സ് വേദനിപ്പിക്കില്ലേ? ഈ അവസ്ഥയിൽ വിഷമമുണ്ടാക്കുന്ന ഒന്ന് സംസാരിക്കരുതെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നേ. അല്ല, അതിന് ഞാനങ്ങനെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. കാര്യങ്ങൾ സംസാരിച്ചതല്ലേ. ഹർഷയ്ക്ക് എന്നോടങ്ങനെ ദേഷ്യമൊന്നുമില്ല. അങ്ങനെ പെരുമാറാൻ ഹർഷയ്ക്ക് ഒരിക്കലും സാധിക്കില്ല, അതെനിക്കറിയാം. അതിന് എങ്ങനെ പെരുമാറണമെന്ന് തോന്നിയാലും അതൊന്നും പ്രകടിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയാ ഹർഷയ്ക്ക് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് നമ്മൾ പറയുന്ന കാര്യം ശ്രദ്ധിച്ചു വേണം സംസാരിക്കാൻ. ശരി. ഞാൻ പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങൾ ഹർഷയ്ക്ക് വിഷമമായിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം ഹർഷേ. പിന്നെ ഞാൻ ഹർഷയ്ക്കും കുഞ്ഞിനും ഒരു ഓണക്കോടി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിവിടെ വെക്കുക.